12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇന്ന് എൻ്റെ കയ്യിൽ മീൻ വന്നത്. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഞാൻ കരുതി ഇന്ന് മീനൊന്നും കിട്ടില്ല, അപ്പോൾ തൈരും മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയേ. അപ്പോഴിതാ ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നു. ഞാനങ്ങനെ ഇതാ വേഗം തന്നെ മീനൊക്കെ ഒന്ന് കഴുകാൻ പോകുന്ന കേട്ടോ. അപ്പോൾ എല്ലാം കഴുകി ഒന്ന് ഫ്രീസറിലാക്കാനുള്ളത് ഫ്രീസറിലും ആക്കാം, പിന്നെ ഇന്ന് കറി വയ്ക്കാനുള്ളത് കറി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പച്ച അയലയും നല്ല ചാളയാണ് കിട്ടിയത്. നല്ല വടി പോലെ ഇരിക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ അയല മീനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ടേ. അങ്ങനെ അയല മീനിൻ്റെ 2 സൈഡുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊലി ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തൊലിയും കൂടെ ഒന്ന് ഉരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വേഗം തന്നെ അയല മീനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അയല മീൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ പച്ച മീനെന്ന്. അങ്ങനെ ഇതാ കണ്ട ചെകളയൊക്കെ ഞാൻ പൊളിച്ച് കാണിക്കുന്നുണ്ടോ, നല്ല പച്ച മീനാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് പാത്രത്തിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് നാളത്തേക്കാണ് ഞാൻ ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് മീൻ ഫ്രീസറിൽ വെച്ചാലും ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളം ആ പാത്രം ഫുള്ളും വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് നല്ല ഫ്രഷ് മീനായിരിക്കും, ഒരു ചീത്തയായൊന്നുമില്ല, നല്ല ഫ്രഷ് മീനായിരിക്കും കേട്ടോ. ഞാൻ എപ്പോൾ മീൻ കഴുകാൻ നിന്നാലും ഓടിയെത്തുന്ന 2 പേരാണ് ഈ പൂച്ചക്കുട്ടന്മാരും പിന്നെ നമ്മുടെ ചുമരിലുള്ള കറുത്ത ഉറുമ്പും കേട്ടോ. എപ്പോഴും മീൻ കഴുകിയാലും ഈ ഉറുമ്പ് സ്ഥിരം ഇവിടെ കാണുമേ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും, പിന്നെ ഒരാളുണ്ട് ഗേറ്റിൻ്റെ പുറത്താണ് കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ പങ്കുവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടന്മാർക്കും ഇനി ഇട്ട് കൊടുക്കണം, പിന്നെ ഗേറ്റിൻ്റെ വെളിയിൽ ഒരാളെന്ന് പറഞ്ഞില്ലേ അയാൾക്കും ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇതാ വേസ്റ്റൊക്കെ പൂച്ചക്കുട്ടന്മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ 3 പേരുണ്ട് കേട്ടോ. 3 പേരും ഇതാ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ പുറത്തെന്ന് പറഞ്ഞ ആൾ ഇതാ ഈ ആളാണ് കേട്ടോ, നമ്മുടെ പട്ടിക്കുട്ടൻ. അത് അവനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ലിയോ എന്നാണേ. അപ്പോൾ പുറത്തുനിന്ന് വന്നവനാണ്, നമ്മൾ വളർത്തുന്നതല്ല കേട്ടോ. പക്ഷേ സ്ഥിരം ഇവിടെയുണ്ട്, ഒരിടത്തും പോകാറില്ല കേട്ടോ. ഗേറ്റിൻ്റെ പുറത്ത് ഇതുപോലെ കിടക്കുകയെ. അങ്ങനെ നമ്മുടെ ചാള മീനൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് ചാള ഫ്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്, ബാക്കി നാളത്തേക്ക് എടുക്കാമെന്ന് കരുതി. അപ്പോൾ കറി വയ്ക്കാൻ നോക്കിയപ്പോൾ മാങ്ങയോ മുരിങ്ങയ്ക്കോ ഒന്നുമില്ല കേട്ടോ. ഈ ചാള മീനൊക്കെ ഒന്ന് കറി വയ്ക്കുമ്പോൾ മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട് കറി വെച്ചാൽ സൂപ്പറായിരിക്കും. അപ്പം ഞാൻ കരുതി നാളെ മാങ്ങ വാങ്ങിച്ചിട്ട് ബാക്കി മീൻ കറി വയ്ക്കാമെന്ന് കരുതി ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ച് കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ ഇതുപോലെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഫിഷ് മസാല ഇട്ട് പുരട്ടി വെച്ചേ. എന്നിട്ടിത് അതൊക്കെ അരപ്പൊക്കെ പിടിച്ചപ്പോഴത്തേക്കും ഞാനിതാ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കേട്ടോ. കുഞ്ഞ് ചാള ആയതുകൊണ്ട് ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഉച്ചത്തേക്ക് ഇതാ നമ്മുടെ തൈരുണ്ട്. ഇത് അമ്മ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, നല്ല സൂപ്പർ തൈരാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ തൈര്, പിന്നെ ചെറുപയർ തോരനാണ്. അത് രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടു, അതിൻ്റെ ബാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.